വർഷങ്ങളായി മുടങ്ങാതെ ആദിവാസിയൂരിന്റെ മൂപ്പന്റെ തലമുറകളാണ് ആ പൂജയുടെ കന്നിവിളക്ക് തെളിയിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ പലതവണ ശ്രമിച്ചിട്ടും വിശ്വേന്ദ്രന് ആ വിളക്ക് തെളിയിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. എല്ലാ പ്രാവശ്യവും അവൻ ശ്രമിക്കും അതിനായി. പക്ഷേ അവസാനം ഊരുവിലക്കിയവളുടെ മകന്റെ ആ ആഗ്രഹം സഫലമായിരുന്നില്ല. ഒടുവിൽ അവന്റെ ഉള്ളിലെ മൃഗമുണർന്നു. അവൻ ആദ്യം സത്യചൈതന്യയെ കൊന്നു. പിന്നീട് സ്വാമികൾ പുറപ്പെട്ടുപോയി എന്നും അവനാണ് ഇനി ആശ്രമ കാര്യങ്ങൾ നോക്കുന്നത് എന്നും ബാക്കിയുള്ളവരെ പറഞ്ഞു ധരിപ്പിച്ചു. ഒടുവിൽ കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ അവൻ കാളിദേവിക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ചു. കൂടാതെ ദേവീ പ്രീതിക്കായി ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ചു കബളിപ്പിച്ചുകൊണ്ട് അവിടെ ബലി നടത്തി. ആ കുട്ടി മരിച്ചു. 16-ാം പക്കം അവനും മരണപ്പെട്ടു. തുടർന്ന് ആ പ്രദേശത്ത് ദുർമരണങ്ങൾ പതിവായി. വിജയ്: എന്നിട്ട് അവസാനം മേൽപ്പത്തൂർ മേപ്പാടൻ വന്ന് യക്ഷിയെ തളച്ച്. ഒന്ന് നിർത്തുവായി യക്ഷി കോപ്പ്. ഇതുപോലെ ഒരു കഥ വന്നപ്പോഴും കേട്ടു. ഒരു ഫാമിലി മൊത്തം പടമായ കഥ. അമ്മാതിരി പ്രേതമുണ്ടെങ്കിൽ നമ്മൾ ഈ ഷേർഖാനെയൊക്കെ തപ്പി വരേണ്ട കാര്യമുണ്ടോ? സഞ്ജീവ്: മിണ്ടാതിരിക്കടാ. എല്ലാവർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. നീയായിട്ട് അത് ബഹുമാനിക്കാതെ ഇരിക്കരുത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സത്യം അതൊന്നേ കാണൂ. നമ്മൾ തേടുന്നതും അതുതന്നെയാണ്. ആരൊക്കെ എത്രയൊക്കെ മൂടിവെച്ചാലും അതൊരു നാൾ പുറത്തു വരും. ഇല്ലേൽ പുറത്തു കൊണ്ടുവരും. പറഞ്ഞു തീർന്നതും ഒരു വലിയ മരം കടപുഴകി ചിണ്ടനിരുന്ന ഭാഗത്തേക്ക് വീണു. ഇരുട്ടിന്റെ മറവിൽ മഞ്ഞിന്റെ കൂട്ടുപിടിച്ച് ചോരയുടെ കഥകൾ ബാക്കിയാക്കി ഒരു വലിയ നിഴൽ രൂപം അവരെ നോക്കി ഉൾക്കാട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകിയിരുന്നു. അവർ വല്ലവിധേനയും കുടിലിൽ തിരികെയെത്തി. പക്ഷേ അവിടെ കണ്ടത് മുഴുവൻ നടുക്കുന്ന രംഗങ്ങളായിരുന്നു. അവിടെയെങ്ങും ആരെയും കാണാനില്ല. ലുതു, സണ്ണി, അനൂപ്, വിവേക്, കൂടാതെ അവർക്ക് കൂട്ടിരുന്ന ചിണ്ടന്റെ സുഹൃത്തിനെയും കാണാനില്ല. ആകെ ഭയന്ന അവർ ചുറ്റും ഓടി നടന്നു തിരിഞ്ഞു. ആരെയും കണ്ടില്ല. പക്ഷേ തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ എന്തോ ഇരിക്കുന്നത് പോലെ ഒരു കാഴ്ച വിജയുടെ കണ്ണിൽപ്പെട്ടു. വിജയ് അലറി: സഞ്ജീവ് ചേട്ടാ, ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ. ഇത് കണ്ടോ? ആ വിളിയിൽ സമനില തെറ്റിയ പോലെ സഞ്ജീവും ചിണ്ടനും വിജയുടെ അടുത്തേക്ക് ഓടിയെടുത്തു. സഞ്ജീവ്: എന്നാടാ, എന്നാ കാര്യം? വിറയ്ക്കുന്ന കയ്യ് ആ മരത്തിനെ ലക്ഷ്യമാക്കി ചൂണ്ടിക്കൊണ്ട് വിജയ് പറഞ്ഞു: അത് കണ്ടോ? മൂടൽമഞ്ഞും ഇരുളും ഒരു ഭീകരരൂപിയായി കെട്ടിക്കിടന്ന ആ ഇരുണ്ട പ്രദേശത്തേക്ക് ചിണ്ടനും സഞ്ജീവും കണ്ണുകളെ ശരവേഗത്തിൽ പായിച്ചു. അത് ഒരാളാണ്. അങ്ങനെ അത് ഒരാളാണെങ്കിൽ തന്നെ ആ ആളിന് ജീവനുണ്ടോ എന്ന് സംശയമാണ്. രക്തക്കൊഴലുകളിൽ രക്തയോട്ടം മുഴുവനായി മരവിപ്പിക്കുന്ന തരത്തിൽ ഒരു കാഴ്ച. ആരാണത്? ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാളും കൂടെ കളിച്ചു ചിരിച്ചു നടന്ന സുഹൃത്തുക്കളിൽ ആരുടെയെങ്കിലും ശവമാണോ ആ ഇരുളിൽ മറഞ്ഞിരിക്കുന്നത്? ആകെ തളർന്നുപോയ വിജയ് നിലവിളിയോടെ മുട്ടുകുത്തി മുഖം പൊത്തി അലറിക്കരഞ്ഞു. വരുന്നതെന്തായാലും അതിനെ നേരിടാൻ തീരുമാനിച്ച സഞ്ജീവ് വിറയ്ക്കുന്ന കാലുകളോടെ മുന്നോട്ട് നടന്നു. വിങ്ങിപ്പൊട്ടി ചിണ്ടൻ ഒപ്പമുണ്ടായിരുന്നു. ഇരുട്ടിന്റെ മറവ് നീക്കി നീക്കി മുന്നോട്ട് ചെല്ലുംതോറും നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. ആരാണെന്ന് അറിയാൻ ഉള്ളിലൊരു വല്ലാത്ത പരവേശം. ഒടുവിൽ ആ മരത്തിന്റെയും അതിൽ കോർത്തു വെച്ചിരിക്കുന്ന ശവത്തിന്റെയും മുഖാമുഖം നിന്നവർ നോക്കിക്കണ്ടു ആരാണ് അതെന്ന്. ഞെട്ടിത്തരിച്ചു ഹൃദയം പൊട്ടുന്ന ആ ഒരു നിമിഷം ചിണ്ടൻ അലറി കരഞ്ഞുപോയി. കാരണം ആ ശവത്തിന്റെ കണ്ണുകൾ വേർപെട്ടു പോയിരുന്നു. ദേഹമാസകലം കുത്തിയും കീറിയും ചോര ഒഴുക്കിക്കൊണ്ടിരുന്നു. ജീവന്റെ തുടിപ്പുകൾ ഇനിയും ശരീരം വിട്ടുപോയിട്ടില്ല എന്ന് തോന്നിക്കുന്ന മട്ടിൽ കാലുകൾക്ക് ചെറിയ ചലനശേഷിയുണ്ട്. അത് ഒരു സ്ത്രീയുടെ ശവമായിരുന്നില്ല. പക്ഷേ അതൊരു പുരുഷന്റേതായിരുന്നു. ഹൃദയമിടിപ്പ് സഞ്ജീവിന് കൂടുന്നത് അറിയാൻ പറ്റി. അടുത്തേക്ക് ഓരോ അടിയും എടുത്തു വെച്ചുകൊണ്ട് സഞ്ജീവ് മുന്നോട്ട് തന്നെ നീങ്ങി. മുഖം വ്യക്തമല്ല, എന്നാലും ശരീരപ്രകൃതം വെച്ച് അത് സണ്ണിയായിരുന്നോ എന്നായിരുന്നു സഞ്ജീവിന് സംശയം. ഇരുട്ടിനെ സാക്ഷി നിർത്തി കാലൻ കോഴി മലമുഴക്കി കാടിളക്കി കൂകി വിളിച്ചുകൊണ്ടിരുന്നു. അടുത്തേക്കെത്തിയ സഞ്ജീവ് കയ്യിലെ ലൈറ്റർ കൊണ്ട് നേരിയ വെളിച്ചമുണ്ടാക്കി. ആ വലിയ സത്യം മനസ്സിലാക്കി. അത് അനൂപ്, വിവേക്, സണ്ണി, ലുതു എന്നിവർ ആരുമായിരുന്നില്ല.
മറിച്ച് അവർക്ക് കാവലായി ഉണ്ടായിരുന്ന ഒരു പാവം വിക്കൻ കുഞ്ഞന്റെ ശരീരമായിരുന്നു. യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച അതേപോലെ ആയിരുന്നു കുഞ്ഞിനെ ആ മരത്തിൽ തറച്ചിരുന്നത്. ഇരു കൈകളിലും വലിയ ആണികൾ കൊണ്ട് അടിച്ചമർത്തിയ പോലെ കാണാമായിരുന്നു. കൂടാതെ കാലിന്റെ വിരലുകളും കൈയുടെ വിരലുകളും പാതി അറ്റുപോയ പോലെ ആയിരുന്നു. കാലിലെ വിരലിലെ നഖങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. വേദനയുടെ അങ്ങേ തലത്തിൽ സഞ്ചരിക്കുന്ന കുഞ്ഞന്റെ മനസ്സും ബോധവും ശരീരം വിട്ടുമാറിപ്പോയിരുന്നു. സ്വന്തം സുഹൃത്തിന്റെ ദുരവസ്ഥ കണ്ട് നെഞ്ചുപൊട്ടി കാടറിഞ്ഞു അലറിക്കരഞ്ഞുകൊണ്ട് ചിണ്ടൻ നിന്നു. വിജയ് അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ വിജയ് കുഞ്ഞന്റെ ശരീരം മരത്തിൽ നിന്ന് ഇറക്കാൻ ഒത്തിരി പാടുപെട്ടു. കയ്യിൽ തറച്ചിരുന്ന ആണികൾ ഊരിയപ്പോൾ തന്നെ കൈ രണ്ടും അറ്റു വീഴുന്ന പോലെ ആയിരുന്നു. വിജയ്: ചിണ്ട, ഇതാരായിരിക്കും? ഇതെങ്ങനെ സഞ്ജീവേട്ടാ? ചിണ്ടൻ: അറിയില്ല എനിക്ക്. സഞ്ജീവ്: മതി, ഒച്ചയുണ്ടാക്കി കരയല്ലേ. ആരും കരയണ്ട, എല്ലാം വിധി. അപ്പോഴേക്കും ചിണ്ടൻ കുഞ്ഞന്റെ നാടിയൊക്കെ പിടിച്ചു നോക്കി. മരണത്തിന്റെ അവസാന ശ്വാസവും അവൻ എടുത്തു കഴിയാറായ പോലെ തോന്നി. ചിണ്ടൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു: ആരാടാ നിന്നെ ഇങ്ങനെയാക്കിയത്? ഒരു നിമിഷം കാഴ്ചകൾ നഷ്ടപ്പെട്ട ആ ലോകത്തുകൂടി മരണവീതിയിലേക്ക് നടന്നകലുവായിരുന്ന കുഞ്ഞൻ ചിണ്ടന്റെ ശബ്ദം മനസ്സിലാക്കി. നീ നീ എന്നു മാത്രം പറഞ്ഞുകൊണ്ട് അവസാന ശ്വാസവും വലിച്ചു. കുഞ്ഞൻ തങ്ങളെ വിട്ടുപോയത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. കുറെ നേരം പരസ്പരം വഴക്ക് പറഞ്ഞുകൊണ്ട് അവർ അവിടെയൊക്കെ നടന്നും ഇരുന്നും സമയം തള്ളി നീക്കി. ഒടുവിൽ സഞ്ജീവ്: ചിണ്ട, ഇവനെ ഇങ്ങനെ കിടത്തിയാൽ മതിയോ? നമുക്ക് എന്തേലും ചെയ്യണ്ടേ? ചുവന്നു തൊടുത്ത കണ്ണുകളിൽ പകയുടെ തീക്ഷ്ണത ജ്വലിപ്പിച്ചുകൊണ്ട് ചിണ്ടൻ പറഞ്ഞു: ചെയ്യണം. അവർ കുറച്ചകലെയായി ഒരു ചിതയൊരുക്കി. കുഞ്ഞന്റെ ജീവനറ്റുപോയ ശരീരം വിജയും സഞ്ജീവും ചേർന്ന് ചിതയിൽ കൊണ്ടുവച്ചു. വെച്ച സമയത്താണ് അവർ ആ ശരീരത്തിലെ മുറിവുകൾ ശ്രദ്ധിച്ചത്. അത് വെറും മുറിവുകളായിരുന്നില്ല, എന്തൊക്കെയോ അടയാളങ്ങൾ പോലെ അത് തോന്നിപ്പിച്ചു. ചിതയിലേക്ക് ശരീരം വെച്ചപ്പോൾ ഒന്ന് ചെരിഞ്ഞുകൊണ്ടാണ് ശരീരം കിടന്നത്. ആയതിനാൽ തന്നെ ശരീരത്തിന്റെ മുതുകിലായി VV18B6 എന്ന് അടയാളപ്പെടുത്തിയത് അവർക്ക് കാണാൻ സാധിച്ചു. എന്താണിത്? ഒന്നും മനസ്സിലാകുന്നില്ല. ബാക്കി 4 പേരുടെ കാര്യമെന്തായി? ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. സഞ്ജീവ്: ചിണ്ട, ഇതാ ഷേർഖാന്റെ പണി തന്നെയാണോ? ബാക്കിയുള്ളവർക്ക് ഇനി എന്താ പറ്റിയിട്ടുണ്ടാവുക? വിജയ്: ചേട്ടായി, സമയമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചിണ്ടൻ: അവനാണെങ്കിൽ അവന്റെ ഒളിത്താവളം ഇനി എവിടെയാണ് ഉള്ളത് എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ അവിടേക്ക് എങ്ങനെ ശ്രമിച്ചാലും വേഗം എത്തിപ്പെടാൻ കഴിയില്ല. സഞ്ജീവ്: എത്തിയേ മതിയാകൂ. കാരണം പിള്ളേരൊക്കെ അവന്റെ കൈവശമാണ്. നമുക്ക് കാത്തിരിക്കാൻ ഇനി സമയമില്ല. ചിണ്ടൻ: അത് ശരിയാണ്. എന്നാലും അവൻ തന്നെയാണോ ഇതിന്റെ പിന്നിലെന്ന് നമ്മൾ ഒന്നുകൂടെ ഉറപ്പുവരുത്തണം. സഞ്ജീവ്: ഇനി എങ്ങനെ എന്തു ഉറപ്പുവരുത്തണമെന്നാണ് നീ ഈ പറയുന്നേ? വിജയ്: സഞ്ജീവേട്ടാ, കാര്യമൊക്കെ ശരിയാണ്. എന്നാലും നമ്മൾ ഇനി വൈകിക്കൂടാ. അറിയാലോ, എല്ലാരും ആകെ കുടുങ്ങിയിരിക്കുക. സഞ്ജീവ്: ശരി ചിണ്ട, നീ പറ. എങ്ങനെ, എവിടെ, എങ്ങോട്ട് പോയാൽ അവന്റെ സ്ഥലത്തെത്താൻ കഴിയും? ചിണ്ടൻ: കാടുമാർഗം ഒരുപാട് നടക്കണം. വന്യജീവികളും സർപ്പങ്ങളും ഒരുപാടുള്ള വീതികളിൽ കൂടി പേടി മറന്ന് നമ്മൾ നടന്നു കയറണം. കാരണം നേരെ ചൊവ്വയുള്ള വഴിയിലൂടെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അവിടേക്ക് പോകുന്ന വഴിക്ക് മുഴുവൻ കാവൽ നിൽപ്പായിരിക്കും അവന്റെ സൈന്യം. അതിനെ നമ്മളെ കൊണ്ട് നേരിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എടുക്കാനുള്ളതെല്ലാം എടുത്തുകൊണ്ടുവരൂ. നമുക്കിപ്പം തന്നെ പോകാം. ചിണ്ടൻ: എല്ലാവരെയും രക്ഷപ്പെടുത്തി അവന്റെ മരണം ഈ കാടിന്റെ മറ്റൊരു ചരിത്രമാക്കി മാറ്റിയിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ എന്നു പറഞ്ഞുകൊണ്ട് ചിണ്ടൻ കുഞ്ഞന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. അവർ പുതിയ ദൗത്യത്തിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. ഇനി കൈമെയ് മറന്നുള്ള പോരാട്ടമാണ്. ഇതിൽ ജീവൻ വരെ നഷ്ടമായേക്കാം. എന്നാലും പുറകോട്ടില്ല. പ്രേതങ്ങൾ, അക്രമികൾ ഒക്കെ കൊണ്ട് നിറഞ്ഞുപോയ സ്ഥലമാണിവിടം. ഇനി ഇവിടെ നമ്മുടെ കൈകൊണ്ട് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ട് എല്ലാറ്റിന്റെയും അവസാനം ഇവിടം കൊണ്ട് തീർക്കാം. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവർ യാത്രയാരംഭിച്ചു. ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടന്നിട്ടും സഞ്ജീവ്
തനിക്ക് കുഞ്ഞന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ആ കോഡ് ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നില്ലായിരുന്നു. VV-18B6 എന്തായിരിക്കും ഇതിന്റെ പൊരുൾ? ആകെ മുഴുവനായി തളർന്നുപോയ ഒരു മനസ്സുമായി ഓരോ ചുവട് വെച്ച് മുന്നോട്ട് നീങ്ങി അവർ ഒടുവിൽ ആ വലിയ പുഴക്കടവിലെത്തി. താനെന്ന് ആദ്യമായി വന്നപ്പോ കണ്ടുമുട്ടിയ അതേ വഞ്ചിക്കാരൻ തന്നെ ആയിരുന്നു അതിലുണ്ടായിരുന്നത് എന്ന് സഞ്ജീവ് മനസ്സിലാക്കി. അതെ, അത് മത്തായിച്ചൻ തന്നെ. സഞ്ജീവിനെ കണ്ടതും അയാളൊന്ന് നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ? സഞ്ജീവ്: അതെ, കണ്ടിട്ടുണ്ട്. മത്തായച്ചനല്ലേ? എനിക്കറിയാം. അയാൾ: ആ, അന്നൊരിക്കൽ ഇവിടെ വച്ചല്ലേ നമ്മൾ കണ്ടത്? സഞ്ജീവ്: അന്നൊരിക്കൽ എന്ന് പറയാനുള്ള സമയമൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അയാൾ: അല്ല, അതൊക്കെ പോട്ടെ, എവിടെ വണ്ടിയൊക്കെ? എല്ലാവരും കൂടെ എങ്ങോട്ടാ പോന്നേ? വിജയ് കാര്യങ്ങൾ പറയാൻ മുന്നോട്ട് വന്നതും വിജയെ തടുത്തു നിർത്തിക്കൊണ്ട് ചിണ്ടൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഞങ്ങളങ്ങ് ഉൾക്കാട്ടിലേക്ക് പോകുക. ഈ സാറിന് കുറച്ച് പടം പിടുത്തമുണ്ട്, പക്ഷികളുടേത്. ഈ പ്രദേശത്തില്ലാത്ത ചില ഇനങ്ങൾ. മത്തായിച്ചൻ: ആഹാ, അത്രയുള്ളോ? ഞാൻ അക്കരയ്ക്ക് ആക്കിത്തരാം, വാ കയറിക്കോ. പിന്നെ ഒട്ടും താമസിച്ചില്ല, എല്ലാവരും ചങ്ങാടത്തിൽ കയറി ദൂരെ അവർക്കായി കാത്തിരിക്കുന്ന പുതിയ അധ്യായത്തിലേക്ക് അവർ യാത്രയായി. ഈ സമയം മറ്റൊരിടത്ത് ലുതുഫിയ, സണ്ണി, വിവേക്, അനൂപ് എന്നിവർ അബോധാവസ്ഥയിൽ നിന്ന് എന്തോ ഭീകര ശബ്ദം കേട്ട് കണ്ണു തുറക്കുന്നു. അവർക്ക് പെട്ടെന്ന് ഒന്നും പിടികിട്ടിയില്ല. എന്താണ്, എവിടെയാണ്, എന്താണ് സംഭവിക്കുന്നത്, ഇപ്പോൾ ചുറ്റുമുള്ളത് ആരൊക്കെയാണ് എന്നൊന്നും മനസ്സിലായില്ല. അവർ ഒരു കൂടാരത്തിന്റെ ഉള്ളിലായിരുന്നു എന്ന് മാത്രം മനസ്സിലായി. അനൂപ്: എടാ, നമ്മൾ എവിടെയാ? വിവേക്: എടാ, ഇതേത് സ്ഥലം? നമ്മളെങ്ങനെ ഇവിടെ എത്തി? ലുതു: ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, നമുക്കൊക്കെ എന്താ പറ്റിയേ? എല്ലാവരെയും പോലെ ചുറ്റും മിഴിച്ചു നോക്കിക്കൊണ്ട് സണ്ണിയും ഇരുന്നു. അനൂപ്: എടാ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? സണ്ണി: ഞാനെന്ത് പറയാനാടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വിവേക്: അനൂപേ, നിന്റെ കയ്യിൽ ഫോണുണ്ടോ? അനൂപ്: നോക്കട്ടെ. അനൂപ് നോക്കി, ഫോണുണ്ട്. അനൂപ്: എടാ, ഉണ്ടടാ. വിവേക്: സഞ്ജീവ് ചേട്ടനെ ഒന്ന് വിളിക്ക്. അനൂപ്: കോപ്പ്, ഇതിൽ റേഞ്ചില്ല. സണ്ണി അപ്പോഴേക്കും കൂടാരത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കി. ചുറ്റും കായൽ പോലെ ജലം മാത്രം. അത്രയും വലിയ ജലാശയത്തിന്റെ നടുക്ക് ഒരു കൊച്ചു ദ്വീപ് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലം. സണ്ണി: എടാ അനൂപേ, വിവേകേ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അവരും പുറത്തേക്ക് ഇറങ്ങി. സണ്ണി: എടാ, ഇതിലെന്തോ ചതിയുണ്ട്. നമ്മൾ എങ്ങനെയാ ട്രാപ്പായിരിക്കുന്നു? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാടാ ഇവിടെ എത്തുന്നേ? വിവേക്: എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ആ രാത്രി കുറെ പട്ടികളുടെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. തീയും പുകയും പിടിച്ച എന്തോ ഒന്ന് എന്റെ നേരെ വരുന്നത് പോലെ തോന്നി. തലയ്ക്ക് അടികിട്ടി, പിന്നെ ഒന്നും ഞാൻ ഓർക്കുന്നില്ല. അനൂപ്: ഞാൻ ഉറങ്ങി, പക്ഷെ ഇടയ്ക്ക് ബോധം വന്നപ്പോ ഏതോ ഒരു വണ്ടിയിൽ എന്നെ തലകീഴായി കെട്ടിത്തൂക്കിയത് പോലെ തോന്നി. പക്ഷേ സ്വപ്നമാണെന്ന് കരുതി ഞാൻ. എനിക്കൊന്നും പിന്നെ ഓർമ്മയില്ല. വിവേക്: സണ്ണി, എടാ, നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ? സണ്ണി: ഒന്ന് മുള്ളാനായിട്ട് മരത്തിന്റെ മൂട്ടിൽ പോയി. അനൂപ്: എന്നിട്ട്? സണ്ണി: വെറുതെ മുള്ളിയപ്പോ മരത്തിനെ കളിയാക്കി മരം വരമാണേ എന്ന് പറഞ്ഞു. വിവേക്: എന്നിട്ട്? സണ്ണി: എന്നിട്ടെന്താ, നിങ്ങൾക്കൊക്കെ കിട്ടിയ പോലെ ഒരു വരം എനിക്കും കിട്ടി. അനൂപ്: എന്തു വരം? സണ്ണി: ഒന്ന് എണീറ്റ് പോയാടാപ്പാ, എന്തോ വന്ന് തലക്കടിച്ചെന്ന്. അനൂപ്: ശവം ഒരു ബോധമില്ലാതെ നടക്കേണ്. സണ്ണി: അല്ലടാ, ലുതുവിന് എന്തേലും ഓർമ്മയുണ്ടോ? അവളെവിടെ? ആകെ പേടിച്ചു വിറച്ച പോലെ ഇരിക്കുകയായിരുന്നു ലുതു അപ്പോൾ. അനൂപ്: ലുതു, നിനക്കെന്തേലും ഓർമ്മ കിട്ടുന്നുണ്ടോ? ലുതു: ഉണ്ട്, നല്ലപോലെ ഓർമ്മയുണ്ട്. സണ്ണി: എന്താ, അന്ന് രാത്രി എന്താ ഉണ്ടായേ? ലുതു: ഞാനന്ന് ഉറങ്ങാൻ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുടിലിന്റെ പുറകിലായി കാൽപെരുമാറ്റങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഞാൻ എണീറ്റ് അടുക്കളയിലുള്ള ജനൽപ്പാളി നീക്കി പുറത്തേക്ക് നോക്കി. അപ്പോ അവിടെ മൊത്തം മൂടൽ മഞ്ഞു പോലെ പുകയായിരുന്നു. ഞാൻ നിങ്ങളെ നോക്കാൻ മുറ്റത്തേക്ക് വന്നു, പക്ഷേ അവിടെയെങ്ങും ആരെയും കണ്ടില്ല.
പക്ഷേ എന്തോ കുറെ രൂപങ്ങൾ അവിടെ നിന്ന് ഉൾക്കാട്ടിലേക്ക് കയറിപ്പോകുന്ന പോലെ തോന്നി. പിന്നെ ഒരു നിലവിളി കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയതും എന്നെ ആരോ അടിച്ചു. എന്റെ ബോധം പോയി. അനൂപ്: ഇതെല്ലാം കൂടെ വെച്ച് നോക്കിയാൽ നമുക്കിട്ട് പണി തന്നത് ആരായിരിക്കും? വിവേക്: സംശയമെന്ത്, ആ ഷേർഖാൻ തന്നെ. സണ്ണി: അല്ല എടാ ഡേ, നമ്മളെ നോക്കി പ്രൊട്ടക്ഷൻ തരാൻ ഒരു ബോഡി ഗാർഡിനെ ചുമതലപ്പെടുത്തിയിരുന്നല്ലോ. ലുതു: ഇനി അയാളുടെ നിലവിളിയാണോ ഞാൻ ഇന്നലെ അവസാനമായി കേട്ടത്? അനൂപ്: ഓ, അങ്ങനെയൊക്കെ ആണേൽ കൂടി ഇതിപ്പോ എന്തു ചെയ്യാനാ? നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണേൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുമോ? വിവേക്: അതെ, സംതിങ് റോങ്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് നേട്ടം? ആർക്കാണ് ഉണ്ടാവുക? നമ്മൾ ചെയ്ത പ്രവർത്തികൾ അറിഞ്ഞാൽ നമ്മളെയൊക്കെ ഓൺ ദി സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലേണ്ടതാണ്. സണ്ണി: ഒന്ന് പോടാവേ, വെടികൂടി വെക്കാത്തതിന്റെ ഒരു കുറവ് കൂടിയേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ആയി. അനൂപ്: ആദ്യം ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ച് ആലോചിക്ക്. ലുതു: എനിക്ക് വിശക്കണു. സണ്ണി: അയ്യോ, എങ്ങനെ? ഇവിടെ ആളും പേരും അറിയാത്ത ഈ കാട്ടിൽ കൊണ്ടുവന്ന് ഒരു ടീം മുളക് പുരട്ടി പൊരിക്കണോ അതോ കറിക്കരിഞ്ഞ് വെക്കണോ എന്ന് ആലോചിച്ചിരിക്കുന്നു. ആ ഗ്യാപ്പിലുള്ള ഉയരും കൊണ്ട് പോകാൻ നോക്കുമ്പോഴാണ് അവൾ തീറ്റക്കാര്യം പറയുന്നത്. ലുതു: എടാ, എനിക്ക് ശരിക്കും വിശന്നിട്ടാ. സണ്ണി: യോ, ആണോ കുഞ്ഞേ? അനൂപ്: ഒന്ന് നിർത്തിക്കേടാ, രണ്ടും കൂടെ ഡയലോഗടി. നമുക്കെന്തായാലും ഇവിടെ ഒന്ന് കറങ്ങി നോക്കാം. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. സണ്ണി: ആ ശരി, വാ. ലുതുഫിയ: അപ്പൊ എന്റെ കാര്യോ? സണ്ണി: ലെവൻ പറഞ്ഞത് കേട്ടില്ലേ? 4 തുമ്പിയെ പിടിച്ചു തരാം, ഇരുന്ന് സുട്ട് തിന്നെ. ലുതു: ആ. സണ്ണി: എന്റെ പൊന്നോ, അതങ്ങനെ ഒരു അവതാരം. കായലിന്റെ നടുക്കായുള്ള ആ ചെറിയ ദ്വീപ് പോലെയുള്ള പ്രദേശം, അവിടെ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ മനസ്സിലാക്കാതെ അവർ മുന്നോട്ടു പോയി. കൂടാരത്തിൽ നിന്നും അവർ പുറത്തിറങ്ങി ഒരുമിച്ച് പോകുന്നത് ആരൊക്കെയോ രക്തദാഹത്തോടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവർക്കറിയില്ല എന്തിനാണ് അവിടെ വന്നത്, എന്തൊക്കെയാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്. ഒരു വശത്ത് നന്മയുടെ കരങ്ങൾ അവരെ തേടി വരുമ്പോൾ മറുവശത്തെ ദുഷ്ടശക്തികൾ വഴിമാറുമോ? വിവേക്: ഹോ, ഒരു രക്ഷയുമില്ല അളിയാ. വെറുതെ ഈ കല്ലും മുള്ളും ചവിട്ടി നടക്കാമെന്നല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. അനൂപ്: എടാ, ഇതിപ്പോ എന്നാ ചെയ്യാനാ പ്ലാൻ? സണ്ണി: എന്തു ചെയ്യാൻ? എങ്ങോട്ട് പോണം എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥ. എന്തായാലും ചാകുവാണേൽ പേടിക്കണ്ട, വെള്ളം കുടിച്ച് ചാവാം. ചുറ്റും ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അനൂപ്: ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നോക്കുമ്പോ ഒരുമാതിരി ഡയലോഗ് അടിക്കല്ലേ മിസ്റ്റർ തണ്ണി. സണ്ണി: തണ്ണി നിന്റെ. ലുതു: ഓ, നിങ്ങൾ തമ്മിലടിക്കാതെ വഴി നോക്ക്. വിവേക്: പൊന്നളിയ, ഒരു രക്ഷയുമില്ല. ലോൽ അങ്ങ് ദൂരെ ആയിട്ട് കുറെ വീട് പോലെ എന്തോ കാണുന്നുണ്ട്. അനൂപ്: വീടോ? എവിടെ നോക്കട്ടെ. വിവേക്: ദേ കണ്ട, ആ മരക്കൂട്ടത്തിന്റെയൊക്കെ അടുത്തായിട്ട്. അനൂപ്: ആ ശരിയാ. സണ്ണി: എന്നാ നോക്കണ്ട, വാ, വെച്ച് വിടാം അങ്ങോട്ട്. അനൂപ്: ചുമ്മാ അങ്ങ് ചെന്ന് കയറാൻ നിന്റെ അച്ചുവീടല്ല അത്. ഇവിടെ ജീവിതമോ മരണമോ എന്നറിയില്ല, അപ്പോഴാണ് ഓടിച്ചെന്നങ്ങ് കയറുന്നേ. സണ്ണി: ഡേ, വരുന്നവന്മാർ വാ. ഇരുട്ട് മുന്നേ ഒരു സ്ഥലം ഒപ്പിക്കണം, ആഹാരം കണ്ടെത്തണം. അല്ലാതെ ഇപ്പൊ ചാവോ പിന്നെ ചാവോ എന്നും പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട കാര്യം എനിക്കില്ല. വിവേക്: മച്ചു, നീ ഒടുക്കത്തെ തഗ് ലൈഫ് തന്നെടേ. സണ്ണി: തഗ് തുഗൊന്നുമല്ല, വിശന്നിട്ട് മനുഷ്യന്റെ കണ്ണടിച്ച് പോകാറായി, അപ്പോഴാണ് അവന്റെ തഗ്. അനൂപ്: വാ വാ, പോയി നോക്കാം. ലുതു: ഒരുപാട് പോണോ? സണ്ണി: ഓ, കുറച്ച് പോണം. ലുതു: അപ്പൊ നടക്കണോ അത്രയും? സണ്ണി: വേണ്ട. നീ ആ വളവ് കണ്ടോ? അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ചെന്ന് നിന്നിട്ട് യൂബർ ടാക്സി വിളിച്ചു വാ. ലുതു: അതിന് റേഞ്ച് ഇല്ലല്ലോ, കാറ് വിളിക്കാൻ. മണ്ടൻ തന്നെ. സണ്ണി: ഓ, മണ്ടൻ നിന്റെ. എണീച്ച് പോടേ. കാടിന്റെ അകത്ത് നിന്റെ ആരടി യൂബർ ടാക്സി കൊണ്ട് വെച്ചേക്കുന്നത്? എനിക്കിനി ഒന്നും പറയാൻ വയ്യ. മര്യാദയ്ക്ക് പറയണേ, മിണ്ടാതെ കൂടെ നടന്ന് വന്നോണം. ലുതു: ആ. സണ്ണി: ഓ, അതങ്ങനെ ഒരു ദുരന്തം. എന്തു പറഞ്ഞാലും അവളുടെ ഒരു ആ. വിവേക്: ഡേ, അവര് പോയി, നീ എന്തോന്ന് നോക്കിക്കൊണ്ട് നിൽക്കണത്?
വാ ഇങ്ങോട്ട്. അനൂപ്: അല്ലളിയ, അവിടെയായിട്ട് ഒരാൾ. വിവേക്: ഒരാളല്ല, രണ്ടാള്. വിശന്നിട്ട് വയ്യ. ചെടി ആടിയാലും ആളായിട്ടേ തോന്നൂ നിനക്ക്. ചുമ്മാ വായി നോക്കി നിൽക്കാതെ വാടേ. അനൂപ്: എന്നാ വാ, പോയേക്കാം. നടന്ന് നടന്ന് അവർ നന്നേ ക്ഷീണിച്ചു. വല്ലാത്ത വെള്ളദാഹമുണ്ടായി അവർക്ക്. അനൂപ്: എൻ്റെ അളിയ, എനിക്കിനി വയ്യ. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോകാം. സണ്ണി: ഏത് വെള്ളം? വിവേക്: ദേണ്ടേ, ഈ വെള്ളം തന്നെ. സണ്ണി: അയ്യേ, ഈ വെള്ളോ? കോപ്പാണ്. കണ്ട ആദിവാസികൾ അണ്ടർവെയർ നനയ്ക്കണ ഈ ട്രൈബൽ വാട്ടർ കുടിക്കാൻ പറയാൻ നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നടേ? അനൂപ്: ഉയിര് പോകാൻ നേരത്ത് വെള്ളം കിട്ടിയാൽ മതി. കോള വേണമെന്ന് നിർബന്ധമില്ലടേ. മാറി നിൽക്ക അങ്ങോട്ട്. അങ്ങനെ എല്ലാവരും ആ തടാകത്തിന്റെ ഒരു വശത്തായി ഇറങ്ങി മുഖവും കഴുകി വെള്ളവും കുടിച്ചു. മനസ്സില്ലാ മനസ്സോടെ സണ്ണിയും വെള്ളം കുടിച്ചു. അനൂപ്: വാടേ, കുറച്ചു നേരം ഇവിടെ ഇരിക്കേ. വിവേക്: അത് ന്യായം. വയ്യടെ, ചാകാറായി. ലുതു: എനിക്ക് കാല് വേദനിക്കുന്നു. സണ്ണി: അയ്യോ, എവിടെ നോക്കട്ടെ. അനൂപ്: മോഞ്ഞേ. സണ്ണി: എന്തടാ? അനൂപ്: അവിടെ മാത്രമല്ല, ഞങ്ങൾക്കും കാൽവേദന ഉണ്ട് കേട്ടോ. സണ്ണി: ആ കാലുകൊണ്ട് വെട്ടിക്കേറി തീയിട്. അനൂപ്: ഉവ്വ ഉവ്വ. അങ്ങനെ കുറച്ചു നേരം അവർ അവിടെ ഇരുന്നു. ഇനി പോകാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ എണീറ്റ് നടത്തം ആരംഭിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന പോലെ അവർക്ക് തോന്നി. അനൂപ്: കൊച്ചി എത്തിയോ? എന്തൊരു നാറ്റമാണ്. സണ്ണി: എടാ പുല്ലേ, വെറുതെ കൊച്ചിയെ പറഞ്ഞാലുണ്ടല്ലോ. കൊച്ചി പഴയ കൊച്ചിയല്ല. അനൂപ്: ഇല്ലടേ, ഞാൻ കൊച്ചിയെ പറഞ്ഞത് തിരിച്ചെടുത്തു. പക്ഷേ നീ പഴയ നിന്റെ ബോംബ് സ്ഫോടന പരമ്പര നടത്താറുണ്ടല്ലോ അല്ലേ ഇപ്പോഴും? ഇത് അതിൻ്റെ ആയിരിക്കും. സണ്ണി: പോടാ പോടാ, ഒരബദ്ധം ആർക്കും പറ്റും, സ്വാഭാവികം. ലുതു: അയ്യേ, അപ്പൊ ഉള്ളതാണല്ലേ. സണ്ണി: എന്ത്? ലുതു: ബോംബ് ബോംബേ. സണ്ണി: പറയുന്നത് കേട്ടാ തോന്നും ഇത് ഞാൻ മാത്രം അങ്ങ് ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമാണെന്ന്. എടേ, ദൈവം മനുഷ്യന് ഫിറ്റിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളും ഉണ്ടായിരിക്കും. ഈ പറയണ നിങ്ങൾക്കാർക്കും ഇതൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരല്ലോ. വിവേക്: എല്ലാം ഉണ്ടെങ്കിലും ആവശ്യ സമയത്ത് മാത്രം ഉപയോഗിക്കും വച്ചു. നിന്നെപ്പോലെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയ പോലെ ഒരേ പോക്ക് പോകില്ല. സണ്ണി: ഡേ ആക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരടി മുന്നോട്ട് വെച്ചതും ശരവേഗത്തിൽ എന്തോ ഒന്ന് അവരുടെ മുന്നിൽ കൂടി ഇടതുഭാഗത്തെ കാട്ടിലേക്ക് പോയി. എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയാതെ തരിച്ചു നിന്നുപോയ ആ നിമിഷം. ഒരു നിമിഷത്തിൽ എന്താണ് അവിടെ നടന്നത്? ആ ഭാഗത്തു നിന്നും ഒരു അലർച്ചയും ഉണ്ടായി. എല്ലാവരും പെട്ടെന്ന് തന്നെ അടുത്തു കണ്ട മരത്തിന്റെ വശങ്ങളിലായി കയറി ഒളിച്ചു. പതുക്കെ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു: സണ്ണി, എന്താടാ അത്? അനൂപ്: അറിയില്ലടാ. വിവേക്: നിക്ക് നോക്കാന്ന്. ലുതു: എനിക്ക് പേടിയാകുന്നു. സണ്ണി: എനിക്ക് പിന്നെ പേടിയാകാതെ ഇരിക്കുമല്ലേ? എല്ലാവർക്കും പേടിയുണ്ടടേ. അവർ മുന്നിലേക്ക് മെല്ലെ തലചരിച്ചു നോക്കി. ആ കാട് വല്ലാതെ അനങ്ങുന്നു. എന്തോ അടിപിടി നടക്കുന്ന പോലെ അലർച്ചയൊക്കെ കേൾക്കുന്നു. അവർ അല്പസമയം അവിടേക്ക് നോക്കി നിന്നു. പിന്നീട് സാക്ഷിയാകേണ്ടി വന്നത് ഞെട്ടിക്കുന്ന, മനസ്സിന് അറപ്പ് തോന്നുന്ന കാര്യങ്ങളായിരുന്നു. നോക്കുമ്പോഴുണ്ട് കുറേയേറെ ആദിവാസികൾ. അവർ കൈകളിൽ ആയുധവും എടുത്ത് ആ കാടിന്റെ ഉള്ളിൽ നിന്നും ഒരു കടുവയെ എടുത്തുകൊണ്ട് കാട് വിട്ട് ആ വഴിയിലേക്ക് ഇറങ്ങി വന്നു. ഒരു ചക്ക വീഴുന്ന പോലെ ആ കടുവയെ അവർ താഴേക്കിട്ടു. എന്നിട്ട് അവർ അതിനെ പച്ചയ്ക്ക് കുത്തിക്കീറി കഴിക്കുവാൻ തുടങ്ങി. പച്ചമാംസവും രക്തത്തിന്റെ മണവും കാണുന്ന കാഴ്ചക്കാരിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. ശബ്ദം താഴ്ത്തിക്കൊണ്ട് സണ്ണി മെല്ലെ പറഞ്ഞു: അളിയ, ഇവിടെ നിൽക്കണ്ട, നിന്നാൽ പണിയാ. വാടാ, ഓടി എങ്ങോട്ടെങ്കിലും പോകാം. എന്നിട്ട് സണ്ണി തിരിഞ്ഞു നോക്കിയപ്പോ ബാക്കി 3 പേര് ഓടി 1/2 കിലോമീറ്റർ ആയിരുന്നു. സണ്ണി: എടാ തെണ്ടികളെ, ദൈവമേ, അവന്മാരുടെ കയ്യിൽ കിട്ടിയാൽ എന്നെ ഇന്ന് ബട്ടർ ബൺ പിച്ചെടുക്കുന്നത് പോലെ തിന്നും എന്നും പറഞ്ഞുകൊണ്ട് സണ്ണിയും അവരുടെ കൂടെ ഓടി ഉൾക്കാട്ടിലേക്ക് മറഞ്ഞു. ഓടുന്ന വഴി എങ്ങോട്ടാ എങ്ങനാ എന്നൊന്നും നോക്കാതെ അവർ ഉള്ള ജീവൻ കയ്യിലെടുത്തുകൊണ്ട് ഓടി ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി. അനൂപ്: ഹോ, എനിക്കിനി വയ്യടാ. വിവേക്: അവന്മാരുടെ കയ്യിൽ കിട്ടിയിരുന്നേൽ ഇന്ന് നിർത്തിപ്പൊരിച്ച് തിന്നേനെ. ലുതു: എന്നെ കൊണ്ടിനി ഓടാൻ വയ്യ.
സണ്ണി: വേണ്ട, ഓടണ്ട, ഇവിടെ നില്ല്. അവന്മാർ വരുമ്പോ ഒന്ന് എടുത്തുകൊണ്ട് ഓടാൻ പറ്റുമോ ചേട്ടാ എന്ന് ചോദിക്ക്. അല്ല പിന്നെ. എടാ, അവന്മാർക്ക് പ്രാന്താണ് കേട്ടാ, ഒരുമാതിരി കിളിപോയ ഐറ്റംസ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ ഇറച്ചിയൊക്കെ ആരെങ്കിലും പച്ചയ്ക്ക് തിന്നുമോ? അതും കടുവയുടെ. അനൂപ്: അല്ലളിയ, ഇവന്മാർക്കെതിരെ ഫോറസ്റ്റ് കേസെടുക്കില്ലേ? വിവേക്: മണ്ടത്തരം പറയാതട ഊളെ. കേസെടുക്കാൻ വരുന്നവനെ കമ്പിയിൽ കോർത്ത് പൊരിക്കും അവന്മാര്. ഇത് പറഞ്ഞു തീർന്നതും വല്ലാത്തൊരു ബഹളം കേൾക്കുന്ന പോലെ തോന്നി അവരുടെ പിന്നിലായി. സണ്ണി: അളിയ, അവന്മാരാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരേണ്, വാടാ പോകാം. അനൂപ്: ഈശ്വര, ഇന്നെല്ലാം തീരും. വിവേക്: നോക്കി നിൽക്കാതെ ആ കൊതുവിനെയും പിടിച്ചോണ്ട് ഓടടാ. സണ്ണി: കൊതുക? ലുതു: ഓ മരമണ്ടൻ, എന്നെയും പിടിച്ചോടാനാ മണ്ടാ പറഞ്ഞേ. സണ്ണി: ഓ അങ്ങനെ, വാടി എന്നാ എന്നും പറഞ്ഞുകൊണ്ട് അവർ വെള്ളച്ചാട്ടത്തിന്റെ ഒരു വശം ചേർന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ ഓടി. അകത്തേക്ക് കയറി നോക്കുമ്പോഴുണ്ട് അവിടെയായി ഒരു ഗുഹ. അനൂപ്: എടാ വാടാ, ഇതിന്റെ അകത്തേക്ക് കയറാം. സണ്ണി: ഒറ്റ കിണ്ണ വെച്ച് തന്നാലുണ്ടല്ലോ. അവന്മാരെ പേടിച്ചോടി ഇനി ഇതിന്റെ അകത്ത് കയറിയിട്ട് വേണം വല്ല കരടിയും വന്ന് എല്ലാറ്റിനെയും കൂടി മീമിയാക്കിയിട്ട് പോകാൻ. ലുതു: മീമിയോ? സണ്ണി രണ്ട് കൈ കൊണ്ട് ലുതുവിനെ രണ്ട് കവിളിലും പിടിച്ച് പിച്ചിയിട്ട് പറഞ്ഞു: മീമി മീ, കണ്ടാ, ഇതിനെ അതേപടി ആ കരടിയും കാണിക്കും എന്നാ പറഞ്ഞേ, മനസ്സിലായോ? ലുതു: ആം. വിവേക്: അളിയ, ഇനി എങ്ങോട്ടും ഓടാൻ വഴിയില്ല. അവന്മാർ കുറേ എണ്ണം ദേ അപ്പുറത്ത് നിൽപ്പുണ്ട്. അനൂപ്: ഓ 3G നെറ്റ്വർക്ക് ആയി അപ്പോ. ലുതു: വരുന്നത് വരട്ടെ, നമുക്ക് ഇങ്ങോട്ട് തന്നെ പോകാം. സണ്ണി: എങ്ങോട്ട്? ലുതു: ഈ ഗുഹയുടെ അകത്തേക്ക്. സണ്ണി: നിനക്ക് തീരെ വയ്യടി? ലുതു: ഒരു പെണ്ണായി എനിക്കുള്ള ധൈര്യം. സണ്ണി: ഓ മണി മണി മണി, നിർത്ത്. പെൺകരുത്തിനെ വരച്ചു കാട്ടാൻ ഇത് നിന്റെ KSU പെൺപുലി ജില്ലാ കമ്മിറ്റി പ്രസംഗമല്ല. ലുതു: എടാ കൊരങ്ങ, എന്റെ KSUവിനെ പറഞ്ഞാലുണ്ടല്ലോ. സണ്ണി: ജോ നമിച്ച്. ഇനി ഇതിന്റെ പേരിൽ ഒരു അടി കൂടെ കൊള്ളാൻ എനിക്ക് വയ്യ. നീ തന്നെ ചിങ്കപ്പെണ്ണ്. KSU കി ജയ്. പോരെ, വാ പോകാം. അകത്തിന്ന് കരടിക്ക് വലിയ പെരുന്നാളായിരിക്കും. 4 എണ്ണം കയറി ചെല്ലുന്നുണ്ടല്ലോ. കരടിയണ്ണ, കയ്യും കഴുകിയിരുന്നോ, ദേ വരുന്നുണ്ട് എല്ലാം കൂടി. ഇന്നിനി കൂട്ട മീമി തന്നെ. വിവേക്: ഹാ, മിണ്ടാണ്ട് വാടാ കയറി. അങ്ങനെ അവർ 4 പേരും കൂടി ആ ഗുഹയുടെ അകത്തേക്ക് കയറിപ്പോയി. ഉള്ളിലേക്ക് ചെല്ലുന്തോറും വെളിച്ചം കുറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ മൊത്തം നല്ല തണുപ്പായിരുന്നു. കുറെ കൂടി മുന്നിലേക്ക് പോയപ്പോ അല്പം വെളിച്ചം വരുന്ന പോലെ തോന്നി. സണ്ണി: പോയി പോയി, നമ്മൾ വല്ല ചൊവ്വയിലും എത്തുമോടെ? അനൂപ്: നീ വാടേ, അവന്മാർ പിച്ചു തിന്നുന്നതിലും ഭേദം ചൊവ്വയെങ്കിൽ ചൊവ്വ, അവിടെയെങ്കിലും എത്തുമല്ലോ. നേരെ പരലോകത്ത് പാസടിച്ച് കിട്ടി പോകേണ്ടി വരില്ലല്ലോ. വിവേക്: നില്ലടേ, ഇനി ഉള്ളിലേക്ക് കയറി പോകണ്ട. എന്താണെന്ന് ഒരു പിടിയുമില്ല. ഇനി മുന്നോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. അവന്മാർ പോയെന്ന് ഉറപ്പ് വന്നാൽ ഇനി ഇവിടെ നിന്നും ചാടാം. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു അശരീരി പോലെ ആ ശബ്ദം മുഴങ്ങി: മടിച്ചു നിൽക്കാതെ കയറി വാ മക്കളെ, അകത്തേക്ക്. എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി ആ നിമിഷം. ആരായിരിക്കും അത്? ഇനി തങ്ങൾക്ക് നേരെ വരാൻ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? അനൂപ്: ആരടാ അത്? വിവേക്: ആ. സണ്ണി: കാടിന്റെ അകത്ത് ഗുഹയിൽ ഇനി വല്ല ബിഗ് ബോസും തന്നെടേ. വീണ്ടും ആ ശബ്ദം മുഴങ്ങി: നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ ജീവന് ഇവിടെ ഭീഷണിയില്ല. മടിച്ചു നിൽക്കാതെ അകത്തേക്ക് കയറി വരൂ. സണ്ണി: ആ അളിയ, പോണോടാ. ലുതു: നോക്കി നിൽക്കാതെ വാ, വിളിക്കുവല്ലേ, പോകാം. സണ്ണി: എടി, അതിന് ലുലുമാള് കുത്തി തുറക്കാനല്ല വിളിച്ചത്. ലുതു: ആ. വിവേക്: പാടേ, പോയി നോക്കാം. അനൂപ്: എനിക്ക് പേടിയാ. സണ്ണി: എടാ മുതുക്ക, നീ വന്നേ, ആരായാലും അയാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കാം. അനൂപ്: അളിയ സണ്ണി, നീയങ്ങ് വന്നേ. സണ്ണി: എന്തടാ? അനൂപ്: ചുമ്മാ ലവള് നിൽക്കുന്നത് കൊണ്ട് ഷോ കാണിക്കാനുള്ള ധൈര്യമുള്ളതുപോലെ ഒരുപാട് അങ്ങ് അഭിനയിക്കല്ലേ. സണ്ണി: നിനക്കെന്തടാ, അവളൊന്ന് കരുതട്ടെ, അവളുടെ ഇച്ഛായൻ കൊലമാസാണെന്ന്. അനൂപ്: കൊലമാസല്ല, കൊല ഓസാണ് നീ. വീണ്ടും ശബ്ദം മുഴങ്ങി: മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയും. ഉള്ളിലേക്ക് വരൂ. സണ്ണി: വരുന്നു ബിഗ് ബോസ്. വിവേക്: ഛേ, ഡയലോഗ് അടിച്ചുകൊണ്ട് നിൽക്കാതെ കയറി വാടേ എന്ന് പറഞ്ഞിട്ട് വിവേക് മുന്നിൽ നിന്ന് വീണ്ടും അകത്തേക്ക് കയറി.
സണ്ണി അവിടെയൊക്കെ ഒന്ന് പരതി കയ്യിലൊരു വടി കിട്ടി. അതും എടുത്തിട്ട് വാ, ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അനൂപ് പൊയ്ക്കോ, മുന്നേ പൊക്കോ, ഞാൻ പിറകെയുണ്ട്. സണ്ണി, നീ ഇംഗ്ലീഷ് പടം കണ്ടിട്ടുണ്ടോ? സാധാരണ അതിൽ ഈ ഏറ്റവും പുറകെ വരുന്നവനെയാണ് ആദ്യം കൊല്ലുന്നത്. അനൂപ്, പോടാ പുല്ലേ, പേടിപ്പിക്കാതെ, മാറിക്കേ, അങ്ങോട്ട് ഞാൻ തന്നെ പൊയ്ക്കോളാം, നീ പുറകെ വന്നാ മതി. സണ്ണി, അപ്പൊ ധൈര്യമുണ്ട്, ചെല്ല്. വെള്ളം കെട്ടിക്കിടക്കുന്ന ആ വഴികളിൽ കൂടി ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു നീങ്ങി. മുന്നോട്ട് ചെല്ലുന്തോറും നേരിയ ഒരു പ്രകാശം അവരെ വരവേറ്റു. അവർ അകത്തേക്ക് ചെല്ലുന്തോറും അടുത്തത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നേ എന്നൊരു ഭീതി അവരിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒന്നുകിൽ ഒരു അക്രമം, അല്ലെങ്കിൽ ഒരു സഹായം. രണ്ടിലേതെങ്കിലും ഒന്ന് അവിടെ അവർക്കായി കാത്തിരിക്കുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. ഉള്ളിലേക്ക് കുറെ കൂടി കയറി ചെന്നപ്പോ ആ ശബ്ദം അവരെ വരവേറ്റു. വരൂ, കയറി വരൂ, മടിക്കണ്ട. അവർ എല്ലാവരും ആകാംക്ഷയോടെ അകത്തേക്ക് ചെന്നു. അവിടെ അവർക്ക് കാണാൻ സാധിച്ചത് ഒരു വൃദ്ധനെയായിരുന്നു. തൂമഞ്ഞുപോലെ താടിയും മുടിയും വളർത്തി വെളുത്ത വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന ഒരു വൃദ്ധൻ. സണ്ണി, യോ ക്രിസ്മസ് അപ്പൂപ്പൻ. വിവേക്, ഷേ മിണ്ടാതിരി. അപ്പോഴേക്കും അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സ്വാമിജി. പറയൂ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? അവർക്കെല്ലാം അയാളെ കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ മിഴിച്ചു നിൽക്കേണ്ടി വന്നു. സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അമ്മാതിരി ഒരു അവസ്ഥ. വിക്കിയാണേലും സണ്ണി പറഞ്ഞു, ഒന്നും ഓർമ്മയില്ല അപ്പാപ്പ. രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീറ്റപ്പോ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കൂടാരമുണ്ട്, അതിന്റെ ഉള്ളിലായിരുന്നു. അത് കേട്ടതും സ്വാമിജിയുടെ നെറ്റിയൊന്ന് ചുളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ ആ മരണക്കയത്തിൽ കൊണ്ട് തള്ളുവാൻ മാത്രം നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ലുതു, മരണമോ? സ്വാമിജി, അതെ, മരണം തന്നെ. ഈ കാടിനും ഈ നാടിനും നിങ്ങൾ അറിയാത്ത, അല്ലെങ്കിൽ നിങ്ങളോടാരും പറയാത്ത ഒത്തിരി കഥകളുണ്ട്. ഈ ദേശത്ത് ജീവിക്കുവാൻ കുറെ നിയമങ്ങളുമുണ്ട്. അതൊന്നും പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയില്ല. ആദ്യം നിങ്ങൾ വരൂ, കുറച്ച് ആഹാരം കഴിക്കൂ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിജി അവർക്കായി കുറെ പഴവർഗ്ഗങ്ങൾ സമ്മാനിച്ചു. സണ്ണി, ഹാ, അപ്പാപ്പൻ കൊള്ളാലോ, ഗുഹയുടെ അകത്ത് സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടല്ലോ. വിവേക്, ഈ പഴങ്ങളൊക്കെ എങ്ങനെയാ ഈ ഗുഹയിൽ വന്നത്? സ്വാമിജി, ഞാനിതെല്ലാം ശേഖരിച്ച് ആശ്രമത്തിൽ പോകുന്ന വഴിയായിരുന്നു. അപ്പോഴാണ് നിങ്ങളെ കണ്ടുമുട്ടിയത്. സണ്ണി, പുള്ളി ഇതെല്ലാം കൊണ്ട് ഏത് ആശ്രമത്തിൽ പോണെന്ന്? വിവേക്, എടത്തെണ്ടി, ശ്രമമല്ല, ആശ്രമം, അതായത് വീട്. സണ്ണി, കള്ളക്കിളവൻ, ഒരു വീടുണ്ടെന്ന് കരുതി അതിനെ ആശ്രമം എന്നൊക്കെ പറയൂ. അപ്പൊ വല്ല ഫ്ലാറ്റും വാങ്ങിയിരുന്നെങ്കിൽ ഈ ശ്രമം എന്ന് പറയുമായിരിക്കും. അനൂപ്, നിന്ന് ചളുവടിക്കാതെ കുത്തിക്കയറ്റട പുല്ലേ. സണ്ണി, തിന്നുവല്ലേ മോളെ? ഡി ഇച്ചായന്റെ തക്കടുവല്ലേ ലുതിച്ചി? ഈ പാപ്പം വേണോ എന്റെ മക്കൾക്ക്? ലുതു, ആ. സണ്ണി, ഇത്തിരി വെള്ളം കൊടടേ, ആപ്പിൾ ഇവളെ തൊണ്ടയിൽ കുടുങ്ങിയെന്ന് തോന്നുന്നു. അനൂപ്, അതെന്താടാ, എന്നാ വെള്ളം. സണ്ണി, അല്ല, ഈ ഓറഞ്ച് 2 വേണോ എന്ന് ചോദിച്ചപ്പോ കണ്ണും തള്ളി ആ എന്ന് പറയുന്നു. ലുതു, അതെ, ഞാൻ ഈ ആ എന്ന് പറഞ്ഞാൽ അത് തൊണ്ടയിലൊന്നും കുടുങ്ങിയിട്ടല്ല കേട്ടാ. സണ്ണി, അച്ചോടാ, ഇച്ചായന്റെ തക്കടിന് ദേഷ്യം വന്നോ? ലുതു, ഇജ്ജ് പോടാ കൊരങ്ങ. വിവേക്, മതിയടാ, രണ്ടും കൂടി ഇങ്ങനെ ചളിവാരി എറിയല്ലേ. സണ്ണി, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റൂ, അങ്ങോട്ട് മാറി നിൽക്കടാ, നിനക്ക് സഹിക്കാൻ വയ്യെങ്കിൽ. അനൂപ്, അളിയ വിവേകെ, തളരരുത്. സിംഗിൾ പസംഗ്, ഇന്ന് ആപ്പിള് തിന്നാൻ ഗുഹയിൽ വന്നു ഞങ്ങൾ സിംഗിൾ പസംഗ്. വിവേക്, അവനെക്കാളും ചളിയാണല്ലോടാ നീ. അനൂപ്, മിണ്ടാണ്ട് കുത്തി കയറ്റടാ. മോശം പറയരുതല്ലോ, സണ്ണി അടക്കം എല്ലാവരും ഭയങ്കര വിശപ്പിലായിരുന്നു. അതുകൊണ്ട് ആർത്തിയോടെ അവർ എല്ലാം അത് ഭക്ഷിച്ചു. കുടിക്കാൻ വെള്ളവും ഉണ്ടായിരുന്നു. അവിടെ വിശപ്പും ദാഹവും ശമിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു, ഒരല്പദൂരം എന്റെ കൂടെ നടക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവർക്ക് കുഴപ്പമില്ലെന്ന് എല്ലാവരും പറഞ്ഞു ഒരേ സ്വരത്തിൽ. അങ്ങനെ അവർ ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി പൊയ്ക്കൊണ്ടേയിരുന്നു. വിവേക്, സ്വാമിജി, നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നേ? സ്വാമിജി, പേടിയുണ്ടോ? വിവേക്, പേടിയൊന്നും ഉണ്ടായിട്ടല്ല. സണ്ണി, എന്നാലും ചെറിയ രീതിയിൽ ദേ ഇവന് പേടിയുണ്ടായാലോ അല്ലേ? അനൂപ്, പോടാ അവിടുന്ന്.
സ്വാമിജി: ഹഹ, നിങ്ങൾ പേടിക്കണ്ട. സമാധാനമായി ഒന്ന് ഇരുന്ന് സംസാരിക്കാനുള്ള ശാന്തമായ ഒരു സ്ഥലം ഇവിടെ അടുത്തു തന്നെയാ. വരൂ എന്നും പറഞ്ഞ് അവർ നടന്നു. അല്പനേരം നടന്ന് ഒടുവിൽ ആ ഗുഹയുടെ മറുവശത്തേക്ക് അവർ എത്തിച്ചേർന്നു. അവിടെ വളരെ നല്ല ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ചുറ്റും തണൽ മരങ്ങൾ, ഒപ്പം നെൽക്കതിർ പോലെ പൂത്തു നിൽക്കുന്ന ഒരുതരം ചെടി, കൂടാതെ നല്ല തണുത്ത കാറ്റ്. കുറച്ചപ്പുറത്തായി ഒരു പാറക്കൂട്ടവുമുണ്ട്. അവർ ആ പാറക്കൂട്ടം ലക്ഷ്യമാക്കി നടന്നു. ഒടുവിൽ എല്ലാവരും അവിടെ ഇരുന്നു. ശേഷം അവർ എല്ലാവരും സ്വാമിജിയോട് സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് ഇതുവരെ ഉണ്ടായ സംഭവങ്ങളെല്ലാം സ്വാമിജിയോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് സ്വാമിജിയുടെ മറുപടി അവരെ വല്ലാതെ പേടിപ്പിക്കുന്ന തരത്തിലായിരുന്നു. സ്വാമിജി: മക്കളെ, ആരാണ് ഇത്തരം കഥകൾ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തിയത് എന്നെനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം. നിങ്ങൾ കരുതുന്ന പോലെ ഷേർഖാൻ എന്നൊരു വില്ലൻ ഈ കാടിനില്ല. ആ പേരുപയോഗിച്ചുകൊണ്ട് സകല കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് കരിന്തണ്ടൻ എന്ന് വിളിപ്പേരുള്ള ഒരുവനാണ്. അവന്റെ കൈവശമില്ലാത്ത മായവിദ്യകൾ ഒന്നും തന്നെ ഇല്ല. അവൻ വിചാരിച്ചാൽ ഈ കാടിനെ വരെ മാറ്റിമറിക്കാൻ കഴിയും. പക്ഷേ അവനുമുണ്ട് ഒരു ലക്ഷ്യം, വലിയ ഒരു ലക്ഷ്യം. അവൻ ഇത്രയും നാൾ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയ ഒരു ലക്ഷ്യം. നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ബംഗ്ലാവ്, വോൾഗ വില്ല. അതിന്റെ ഉള്ളിൽ ഒരു വലിയ അറയുണ്ട്. അതിലൊരു വലിയ നിധിയുമുണ്ട്. അതവൻ കൈക്കലാക്കാൻ ഏറെ ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. ആ നിധി അങ്ങനെ പെട്ടെന്ന് ആർക്കും സ്വന്തമാക്കാൻ കഴിയില്ല. സ്വാമിജി തുടർന്നു: എന്റെ അറിവ് ശരിയാണെങ്കിൽ കന്യകയായ പെൺകുട്ടികളെ കൂട്ടബലി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അവനിപ്പോ. കാരണം അത്തരം ബലികൾ നടത്തുന്ന ചടങ്ങിലൂടെ ഈ കാട് മുഴുവനും, കൂടാതെ ആ നിധിയും അവന് മാത്രം അവകാശപ്പെട്ടതായി മാറും. ശരിക്കും ഷേർഖാൻ ഉണ്ടായിരുന്നു. ഷേർഖാൻ മാത്രമല്ല, അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും ആ നിധിയൊന്ന് തൊടുവാൻ പോലും സാധിച്ചിട്ടില്ല. നിധിയുടെ കഥ ആദിവാസി ഊരിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥം വഴിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അധികമാർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഇതെല്ലാം കേട്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ മിഴിച്ചിരുന്നു പോയി അവർ എല്ലാവരും. ആരാണ് ആ കരിന്തണ്ടൻ? വോൾഗ വില്ലയിൽ നിധിയുണ്ടോ? ചിണ്ടൻ പറഞ്ഞതെല്ലാം നുണയാണോ? ചിണ്ടൻ ഞങ്ങളോട് നുണ പറയേണ്ട കാര്യം? ഈ സ്വാമിജി ആയിരിക്കുമോ യഥാർത്ഥ വില്ലൻ? ഇയാൾ പറയുന്നത് വിശ്വസിക്കണം. എങ്ങനെ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാം? ഇനി എന്തു ചെയ്യും? ഇത്തരം കുറെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ മുന്നിൽ ഉത്തരം തേടുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും. അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ശരിക്കും മാർക്കാണ് നൽകാൻ കഴിയുക? ഇനി എന്തൊക്കെ നേരിടേണ്ടി വരും? ഭീതി നിറഞ്ഞ നിമിഷങ്ങൾ അടുത്തുകൊണ്ടേയിരുന്നു. ഇതിന്റെ ഇടയിലും സണ്ണി മനസ്സിൽ പറഞ്ഞു, ഇനി ഈ കാട്ടിൽ ആന വലുതായി ദിനോസർ ആയെന്ന് പറഞ്ഞാലും ശരി, ഈ ഉമ്മച്ചിക്കുട്ടിയെ കെട്ടി സന്തോഷമായിട്ട് ജീവിച്ചിട്ടേ ഞാൻ തട്ടിപ്പോകും. എന്നിട്ട് അതോർത്ത് ഒന്ന് ചിരിച്ചു. അനൂപ്: എന്താടാ ചിരിക്കുന്നേ? സണ്ണി: മിണ്ടല്ലേ, ഭീകര നിമിഷമാണ് വരാൻ പോകുന്നത്. ചിന്തിക്കേ.